ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സംഖ്യയോഗം. അഥ ദ്വിതീയോ അധ്യായ സംഖ്യയോഗോ നാമഃ. ഒന്നാം അധ്യായമായ അർജുന വിഷാദയോഗത്തിൽ യുദ്ധസന്നദ്ധരായി ഇരുപുറവും നിൽക്കുന്ന സൈനികരുടെ മധ്യത്തിൽ ബന്ധുജനദ്രോഹം ശങ്കിച്ച് ദുഃഖിതനായി ആയുധങ്ങൾ ഉപേക്ഷിച്ച് അകർമ്മണ്യതയിൽ അഭയം കണ്ടെത്തുന്ന അർജുനനെയാണ് നമ്മൾ കണ്ടത്. ആ ദുഃഖമൊഴിവാക്കി പാർത്ഥനെ ഉടനടി കർത്തവ്യനിരതനാക്കേണ്ടിയിരിക്കുന്നു എന്ന് ഭഗവാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ തളർന്നിരുന്ന അർജുനനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായിട്ട് ഭഗവാൻ ഉപദേശങ്ങൾ ആരംഭിക്കുകയാണ്. കണ്ണീർ നിറഞ്ഞ നേത്രങ്ങളോടെ ദുഃഖാതുരനായി അനുകമ്പയ്ക്ക് അധീനനായി പോയ അർജുനനോട് ഭഗവാൻ പറയുകയാണ്, ആത്മാവിന്റെ നശ്വരതയെക്കുറിച്ചുള്ള അജ്ഞാനമാണ് അനുകമ്പയ്ക്കും കണ്ണുനീരിനുമെല്ലാം കാരണമാകുന്നത്. ഇവിടെ വ്യാമോഹമാകുന്ന വൈരിയെയാണ് ആദ്യമേ തന്നെ ജയിക്കേണ്ടത്. കർത്തവ്യാനുഷ്ഠാനത്തിന് ബാധകമായി നിൽക്കുന്ന വ്യാമോഹത്തെ അകറ്റാൻ ഭഗവാന്റെ കാരുണ്യം അത്യന്താപേക്ഷിതമാണ്. ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് യുദ്ധരംഗത്ത് നിൽക്കുന്ന അർജുനന് ഈ വ്യാമോഹം അപകടകാരിയാണ്. അതറിഞ്ഞ് സർവാന്തര്യാമിയായ ഭഗവാൻ ആത്മതത്വം ഉപദേശിച്ച് അർജുനനെ കർമ്മോന്മുഖനാക്കുന്നു. വിഷാദരോഗിയായി മാറിയ പാർത്ഥനെ കർത്തവ്യനിഷ്ഠനും ഉത്സാഹിയുമാക്കി മാറ്റാനാണ് ഭഗവാന്റെ ശ്രമം. അശ്രുപൂർണമായ കണ്ണുകളും വിഷാദപൂർണമായ മനസ്സും അജ്ഞാനത്തിന്റെ ഫലങ്ങളാണ്. അതേസമയം കൃപ അഥവാ കാരുണ്യമെന്ന ദൈവിക സമ്പത്ത് അർജുനനിൽ ധാരാളമുണ്ട്. ആ വിധത്തിൽ അർജുനൻ സത്യോപദേശത്തിന് അധികാരിയാണെന്ന് വ്യക്തമാകുന്നു. ഈ വിഷാദവും ആകുലതയും അകറ്റി അർജുനനെ കർമ്മോന്മുഖനാക്കുവാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. വിഷാദാലസ്യങ്ങൾ സത്യഗ്രഹണത്തിന് വിഘ്നകാരികളാകുന്നു. അശ്രുവും വിഷാദവും യാഥാർത്ഥ്യബോധമില്ലായ്മയുടെ ഫലങ്ങളാണ്. ദൈവീ സമ്പത്തായ കാരുണ്യം അർജുനനിൽ ധാരാളമുണ്ടെന്ന് ഭഗവാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ആ സ്ഥിതിക്ക് സത്യോപദേശം ഗ്രഹിക്കാനുള്ള അർഹത അർജുനനുണ്ട് എന്ന് ഭഗവാൻ അറിയാവുന്നത് കൊണ്ടാണ് അർജുനന് മാത്രം തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തിട്ട് ഭഗവാന്റെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത്. ഭഗവാൻ അർജുനനോട് ചോദിക്കുകയാണ്, പാർത്ഥ, ഈ ദുർവിചാരം നിനക്ക് എവിടെ നിന്ന് വന്നു? ഈ വിഷമഘട്ടത്തിൽ ഇത്തരം ചിന്ത ശ്രേഷ്ഠരായ വീരന്മാർക്ക് ഉണ്ടാകുന്നതല്ല. ഒരു വീരക്ഷത്രിയനായ അർജുനൻ യുദ്ധഭൂമിയിൽ വെച്ച് ബന്ധുജനസ്നേഹമെന്ന ദൗർബല്യത്തിന് അധീനനാകുന്നത് അപകീർത്തിക്ക് വഴിതെളിക്കും. പോരാടി മരിച്ചാൽ വീരസ്വർഗം, അല്ലെങ്കിൽ വിജയശ്രീയോടൊപ്പം ഭൗതിക സുഖങ്ങൾ. പോരിൽ വിമുഖത കാട്ടുന്ന പാർത്ഥന്റെ ബന്ധുസ്നേഹമെന്ന ദുർബലതയെ ശ്രീകൃഷ്ണൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇത് അർജുനന്റെ സകല ശ്രേയസിനെയും നശിപ്പിക്കും, സമൂഹത്തിൽ ദുഷ്പേരുണ്ടാക്കും. ഇതിഹാസങ്ങളിൽ അർജുനന്റെ ഭീരുത്വം എന്നും നിന്ദിക്കപ്പെട്ട് കാണും. സ്വർഗപ്രാപ്തിക്കും ഈ മനോഭാവം തടസ്സമുണ്ടാക്കാം. മനസ്സിനുണ്ടായ വിഷമാവസ്ഥയും തുടർന്നുള്ള മോഹവും സത്യദർശനവും ഐഹികവും പാരത്രികവുമായ സൗഖ്യത്തിനും ഹാനിയുണ്ടാക്കും. ശ്രേഷ്ഠ ജനങ്ങൾ എപ്പോഴും മനസ്സിന്റെ സമനില നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു. അഹംഭാവവും മമതയും ഉപേക്ഷിച്ച് സർവത്ര ഈശ്വര ചൈതന്യം ദർശിക്കാൻ ശ്രമിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് ധർമ്മത്തിനു വേണ്ടി പോരിനിറങ്ങിയ പാർത്ഥൻ സ്വജന പക്ഷപാതം നിമിത്തം പോരിൽ നിന്ന് പിന്മാറിയെന്ന് കേട്ടാൽ ജനങ്ങൾ പരിഹസിക്കും. അവരുടെ പരിഹാസവാക്കുകൾ ഇഹലോക സൗഖ്യത്തിന് ഹാനികരമാകും. ഈ ഘട്ടത്തിൽ അർജുനന്റെ ചിന്താഗതി ദുഃഖദായകവും അധപ്പതനത്തിന് കാരണവുമാകും. പാർത്ഥൻ പരിശുദ്ധനാണ്, ധീരനാണ്. ആ നിലയ്ക്ക് ഈ ഷണ്ഡത സകല സൗഖ്യങ്ങൾക്കും ദോഷമുണ്ടാക്കും. പോർക്കളത്തിൽ വന്ന് നിന്നിട്ട് എതിരാളികൾ ബന്ധുക്കളാണെന്ന് കണ്ട് യുദ്ധം ചെയ്യാൻ വൈമുഖ്യം കാട്ടുന്നത് ആണത്തമില്ലായ്മയാണ് പാർത്ഥ. ഭഗവാൻ അർജുനനെ വിളിക്കുകയാണ്, പാർത്ഥ, ശത്രുക്കളെ ജയിക്കുന്നവനെ, ഈ താൽക്കാലികമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ചിട്ട് പൊരുതാനായി നീ എഴുന്നേൽക്കുക. ഈ ലോകത്തിലെ അസ്തിത്വത്തിന്റെ നിജസ്ഥിതി പ്രകടമാക്കുകയാണ് അതിനുള്ള മുഖ്യ ഉപായം. ദുഃഖത്തിന് കാരണം അജ്ഞതയാണ്. ജ്ഞാനോപദേശം കൊണ്ടേ അജ്ഞതയെ അകറ്റി ദുഃഖം ഒഴിവാക്കാനാകൂ. അർജുനന്റെ അജ്ഞാനം അകറ്റാനായി ഭഗവാൻ സംഖ്യബുദ്ധിയും യോഗബുദ്ധിയും ഉപദേശിക്കുന്നു. അസ്തിത്വത്തിന്റെ ഘടകങ്ങൾ ജഡവും ബോധവുമാണ്. അവയിൽ സർവവ്യാപിയും നിർവികാരവുമായ ബോധം സത്യമാകുന്നു. ആ സത്യത്തിൽ പ്രതിഭാസിക്കുന്ന അസത്യം ജഡമാകുന്നു.
ജനനവും വികാസവും ലയവും ജഡത്തിന്റെ സ്വഭാവങ്ങളത്രേ. സത്യത്തിന്റെ നിർവികാരതയും ജഡമായ അസത്യത്തിന്റെ പരിണാമശീലത്തെയും മാറ്റാനാവില്ല. അതുകൊണ്ട് തന്നെ ആ പരിണാമശീലത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. ആത്മാവ് സത്യമാകയാൽ ആ സത്യത്തെ സാക്ഷാത്കരിക്കാൻ പരിശ്രമിക്കണം. നിത്യസത്യവും നിർവികാരവുമായ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നത് ജീവിത ലക്ഷ്യമാകണം. അതോടെ മനസ്സിന് അചഞ്ചലതയും ഏകാഗ്രതയും ലഭ്യമാകും. അസത്യമായ ജഡങ്ങളെ അനുസന്ധാനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സുഖം ആകെ തന്നെ ദുഃഖമയമാണ് അർജുന. അതുകൊണ്ട് സകല ഭൗതിക സുഖങ്ങളിലും ഉദാസീനത പുലർത്തണം. കർമ്മഫലമായി അനുഭവപ്പെടുന്ന സുഖദുഃഖങ്ങളിൽ ലക്ഷ്യബോധത്തോടെ ബുദ്ധിയെ ആത്മനിഷ്ഠമാക്കി സമനില പാലിക്കണം. ഈ വിചാരധാരയിൽ അഭയം തേടുന്ന ജീവൻ ജന്മകർമ്മ ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടി പരമപദം പ്രാപിക്കും. ചെറുപ്പത്തിലെ തന്നെ കർമ്മവാസന ക്ഷയിച്ച് പരമാത്മചിന്തനത്തിൽ മുഴുകുന്ന ചില ഭാഗ്യശാലികളുണ്ട്. സാങ്ക്യബുദ്ധിയോടുകൂടിയ അവർ നേരത്തെ തന്നെ സന്യാസം സ്വീകരിച്ച് ജ്ഞാനയോഗം കൊണ്ട് മുക്തിപദം നേടുന്നു. അപക്വമായ കർമ്മവാസനകളോടുകൂടിയ പാർത്ഥൻ ജ്ഞാനയോഗത്തിനും സന്യാസത്തിനും പാത്രമായിട്ടില്ല. അതിനാൽ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ആത്മനിഷ്ഠമായ ബുദ്ധിയെ സമനില പരിശീലിപ്പിച്ച് കർമ്മമാർഗത്തിൽ സഞ്ചരിക്കാൻ മാത്രമേ പാർത്ഥ നിനക്ക് അർഹതയുള്ളൂ. ഫലം അനുകൂലമായിരിക്കുമെന്ന് തീർച്ച ഇല്ലായ്കയാൽ അനുഷ്ഠാന വേളയിൽ ഫലാസക്തിയില്ലാതെ യോഗബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം. യോഗബുദ്ധിയില്ലാതെ ചെയ്യുന്ന കർമ്മം അധമമാകുന്നു. പാർത്ഥന് മുക്തി കൈവരണമെങ്കിൽ സ്വധർമാനുഷ്ഠാനമെന്ന നിലയിൽ കർമ്മയോഗം അനുഷ്ഠിച്ചേ തീരൂ. ജ്ഞാനയോഗത്തെ വിവേചിച്ച് കാട്ടാനായി സാഖ്യബുദ്ധി ഉപദേശിച്ച ഭഗവാൻ കർമ്മയോഗത്തെ വിവേചിക്കാനായി യോഗബുദ്ധിയും നിർദ്ദേശിച്ചു. അർജുനന്റെ വിഷാദം അകറ്റാനായി ഭഗവാൻ വേറെ ചില വാദമുഖങ്ങൾ കൂടി ഉന്നയിക്കുന്നു. ലോകത്തിൽ ഓരോ ജീവിയുടെയും അസ്തിത്വം ഭൗതികമായ ജഡത്തിന്റെ ധർമ്മമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ജനിച്ചും മരിച്ചും കഴിയുന്ന ജഡപദാർത്ഥങ്ങളെക്കുറിച്ച് ദുഃഖിക്കാൻ അവകാശമില്ലല്ലോ പാർത്ഥ. പൂർവവാസനകളുടെ പ്രേരണയനുസരിച്ച് ചെയ്യേണ്ടുന്ന കർമ്മം സ്വധർമ്മമായി അനുഷ്ഠിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണ്. യുദ്ധവാസന അർജുനനിൽ ജന്മസിദ്ധമാണ്. കർത്തവ്യാനുഷ്ഠാനമെന്ന നിലയിൽ സ്വധർമ്മമെന്ന പേരിൽ ഒരു ക്ഷത്രിയനായ പാർത്ഥന് യുദ്ധം ചെയ്യാൻ കിട്ടിയ സന്ദർഭം ദുഃഖജനകമാകേണ്ട കാര്യമില്ല. അങ്ങനെ കർത്തവ്യം അനുഷ്ഠിക്കുന്നിടത്ത് പാപചിന്തയ്ക്കും സ്ഥാനമില്ല. ദൈവേച്ഛയാ ധർമാനുഷ്ഠാനത്തിന് ലഭിക്കുന്ന അവസരം കൈവിട്ട് കളയുന്നത് ഐഹികവും പാരത്രികവുമായ സുഖങ്ങളെ ഹനിക്കുകയുള്ളൂ. അർജുനന്റെ ചോദ്യത്തിനുത്തരമായി ഭഗവാൻ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണവും സ്ഥിതപ്രജ്ഞനാകാനുള്ള ഉപായവും ഉപദേശിച്ചു. സകല കാമനകളും ഉപേക്ഷിച്ചു സുഖദുഃഖങ്ങളിൽ സമബുദ്ധി പുലർത്തി രാഗദ്വേഷാദികളിൽ നിന്ന് മുക്തനായി ബ്രഹ്മാനന്ദത്തിൽ മുഴുകിക്കഴിയുന്നവൻ സ്ഥിതപ്രജ്ഞനാകുന്നു എന്ന് ഭഗവാൻ സാഖ്യയോഗമെന്ന 2-ാം അധ്യായത്തിൽ അർജുനന് വിവരിച്ചു കൊടുക്കുന്നു. ഈ അർജുനൻ നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് ഈ ഉപദേശം നമ്മളോടാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. എല്ലാവരും ഈ സാഖ്യയോഗം മനസ്സിരുത്തി വായിക്കുക. ഹരേ കൃഷ്ണ. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ സാഖ്യയോഗോ നാമ ദ്വിതീയോ അധ്യായ സമാപ്തഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.